WWE പ്രമേയമാക്കിയെന്ന് വെച്ചാൽ അതിൽ നിന്ന് എന്തോ എലിമെൻ്റ് എടുത്തുകൊണ്ട് അതേപോലെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പടം വരുന്നുണ്ട് മലയാളത്തിൽ. അതിൻ്റെ പേര് ചത്താ പച്ച എന്നാണ്. അർജുൻ അശോകനുണ്ട്, പിന്നെ കുറച്ചധികം ആൾക്കാരുണ്ട്, വൈശാഖ് നായർ, അങ്ങനെ കുറച്ചധികം പേരുണ്ട്. ഡയറക്ടർ ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. സോ അതിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഇടി തന്നെയാണ് പരിപാടി എന്നാണ് തോന്നുന്നത്. റിയൽ വേൾഡ് പുതിയ പരിപാടിയാണല്ലോ. ഷിഹാൻ ഷോക്ക ഇതുവരെ കേട്ട പുച്ഛവും കളിയാക്കലൊക്കെ ഈ കൈവെള്ളം ചുരുട്ടിപ്പിടിച്ച് ശരി ആരാണ് മറ്റേ കണ്ണാടി വേറെ എവിടെയാണ്? ശങ്കരാസാണ്ടോ മ്യൂസിക്. ആനസി ചന്ദ്രൻ, അഡീഷണൽ ക്യാമറ ജോമോൻ. കൊള്ളാലോ, നല്ല ടീമാണല്ലോ പടത്തിനകത്ത്. ആ മ്യൂസിക് അവസാനം എവിടെയോ നല്ല ഫർജി ഇருக்கு. ഒരുപാട് ടീസർ ഇല്ലാത്ത വിശേഷമായിട്ടാണ് ഈ സാധനം പറയുന്നത്. ഇവിടെ ഈ സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടോ? മ്യൂസിക് എങ്ങനെയാണല്ലോ, മ്യൂസിക് എങ്ങനെയാണല്ലോ. നമ്മൾ ചില ചായകാച്ചിലൊക്കെ ഉണ്ടാവും, അറിയില്ല. റോഷൻ, അർജുൻ, വൈശാഖ്, പുറകെ പെണ്ണെ അറിയത്തില്ല. ബാക്കി നിൽക്കുന്ന മറ്റേ പടത്തിലെ മാർക്കോയിൽ എന്താ ഇഷാൻ ഷൗക്കത്ത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ WWE പോലെ ഒരു റിങ്ങൊക്കെ ഇട്ടുള്ള പരിപാടി. ഇതെങ്ങനെയാണ് ഇവരെ ഉദ്ദേശിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു ഫൈറ്റ് ഒരു സെറ്റപ്പ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടൊരു കഥ. അങ്ങനെ എന്താണ് അതിൻ്റെ പരിപാടി മനസ്സിലായില്ല. ഇതിനകത്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ വിഷ്വലി സ്പെക്ടക്കിൾ ഉണ്ടാക്കാൻ പറ്റിയ സെറ്റിംഗ് ആണ്. റിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാത്രമേ അതിനകത്ത് പരിപാടികളാണ് മൊത്തം നടക്കുന്നത്. കൊള്ളാം, കാണാം, വിഷ്വലി കുറച്ച് രസമുണ്ടെന്ന് തോന്നുന്നു. പരിപാടി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഉണ്ട്. എല്ലാവർക്കും നല്ല അധികം ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഇവരിപ്പോൾ ഇതിൽ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫൈറ്റിനൊക്കെ അത്യാവശ്യം നല്ലപോലെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട് അതിനകത്ത്. അപ്പം കണ്ടിട്ട് വെറൈറ്റി പടങ്ങളുടെ കൂട്ടത്തിൽ അതെ, ഒരു വെറൈറ്റി ഒരു എക്സ്പെരിമെൻ്റൽ സാധനമാണ്. അപ്പോൾ അത് എന്താവുമെന്ന് നമുക്കിതിൻ്റെ ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഐഡിയ കിട്ടും. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഈ അടിയുടെ കുറേ കുറേ ഷോർട്സ് കാണുന്നല്ലാതെ. ഈ ജാക്ക് ബ്ലാക്കിൻ്റെ പഴയ ഒരു പടം ഉണ്ടോ, ഓർക്കുന്നോ? ഭയങ്കര രസമുള്ളൊരു പടം. ഇതുപോലെ തന്നെ പുള്ളി, ഞാൻ ഓർക്കുന്നില്ല. ഇത് ആക്ഷൻ കോമഡിയാണെന്ന് മനസ്സിലായി. ആക്ഷൻ കോമഡിയാണ്. ഇങ്ങനെ ഭയങ്കര സീരിയസ് പടമല്ല, ഇത് കുറച്ച് ആക്ഷൻ കോമഡി ലൈനാണ്. എനിക്ക് വിഷ്വൽസ് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. നല്ല കണ്ടോണ്ടിരിക്കാൻ കുറച്ച് രസമുള്ള പടമെന്ന് തോന്നുന്നു. നാച്ചോ ലിബ്രെ കണ്ടുണ്ടോ? ഇല്ലില്ല. നാച്ചോ ലിബ്രെ കണ്ടില്ലെങ്കിൽ ചുമ്മാ കണ്ടു നോക്കുക. രസമുള്ള സബ്ജക്റ്റ്. പള്ളിയിലച്ഛൻ അതുപോലെ റെസ്ലിംഗ് കോമ്പറ്റീഷന് പോകുന്നു. ജാക്ക് ബ്ലാക്കിൻ്റെ പടം കണ്ടില്ലാത്ത കണ്ടു നോക്കൂ. ചുമ്മാ ഒരു റെക്കമെൻഡേഷൻ. അതെ, ഇരിക്കട്ടെ. സോ ചത്താ പച്ചയുടെ ട്രെയിലർ വന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യക്തമായ ഒരു സംഭവം കിട്ടും. ഇത് കൊള്ളാം, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റൈലുണ്ട്. അതിനകത്ത് എന്താണ് പരിപാടി എന്ന് അറിയത്തില്ല. പടം കുറച്ച് രസമായിരിക്കും. ഈ ഇടിയും പരിപാടിയൊക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ. എനിക്ക് ഇടി പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കൊള്ളാണ്.